നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റും കൊണ്ടാണ്. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളിയും അതുപോലെ നമ്മുടെ പേപ്പർ കപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇന്നത്തെ ഐഡിയ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് 3 പേപ്പർ കപ്പ് വേണം, അതുപോലെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയും വേണം. ആദ്യം നമുക്ക് തീപ്പെട്ടിക്കൊള്ളീനെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പർ സ്ട്രിപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് നോക്കിയിട്ട് ആ രീതിയിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഉണങ്ങാൻ വയ്ക്കുക. അതിനുശേഷം പേപ്പർ കപ്പ് 2 എടുത്തിട്ട് അതിൻ്റെ ഒരു താഴെ ഭാഗം ചെറിയൊരു റൗണ്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഒട്ടിക്കുന്ന പോലെ ഈ കപ്പുകൾ തമ്മിൽ പരസ്പരം ഒന്ന് ഒട്ടിക്കുക. ഹോളുള്ള കപ്പും ഹോളില്ലാത്ത കപ്പും തമ്മിൽ ആദ്യം ഒട്ടിച്ചു. പിന്നെ ആ ഹോളുള്ള ഭാഗവും അടുത്ത കപ്പിൻ്റെ ഹോളുള്ള ഭാഗവും തമ്മിലാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള തീപ്പെട്ടിക്കൊള്ളീൻ്റെ അടിഭാഗം ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യുക. അടിഭാഗത്ത് ആ ഡിസൈൻ നമുക്ക് വേണ്ട. അപ്പോൾ അതേ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ പേപ്പർ കപ്പിൻ്റെ ആ ഒരു വക്കില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒട്ടിക്കാൻ പറ്റില്ല. ആ ഒരു വക്ക് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ നമുക്ക് ഇതിൽ ഒട്ടിക്കാം. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ സെമി ബീഡ്സ് ഇല്ലേ, ഇങ്ങനെ പകുതി മുത്ത്, അതും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള പരിപ്പ് ഒരു 5-10 മണി എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഇതിൻ്റെ താഴെയും ഞാൻ ആ ഡിസൈൻ തന്നെ ഒട്ടിച്ച് കൊടുത്തു, കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് എടുക്കാം. ബ്ലാക്ക് കളർ കൊടുത്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുക. വേറെ ഡാർക്ക് കളേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഗോൾഡൻ ഷെയ്ഡ് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഗോൾഡൻ ഷെയ്ഡ് മാത്രം വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്ലവർ വയ്ക്കുക. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ പറന്നു പോകും, കാരണം പേപ്പറാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് പ്രാർത്ഥനാസ് വേൾഡ് കാണാൻ ആരും മറക്കരുത് കേട്ടോ. അതിലൊരുപാട് ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി വീണ്ടും കാണാൻ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.